പക്ഷെ ഞാൻ പഠിക്കും. ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ എൻ്റെ തലച്ചോറിലേക്ക് ഫീഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ എന്തായാലും ഞാൻ പരാജയം സമ്മതിച്ച് ആയുധം വെച്ച് കീഴടങ്ങാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും ഞാൻ പഠിച്ചെടുക്കും. പക്ഷേ എത്ര ദിവസമെടുക്കും, എത്ര മാസമെടുക്കും എന്നൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റിയല്ല. ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നും മഴയാണ്. കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ടാണ്. രാവിലെ നല്ല മഴയായിരുന്നു, ഇപ്പം ചെറിയൊരു തെളിച്ചമുണ്ട്. മാഷ് എന്നെ പഠിപ്പിച്ച് വെള്ളം കുടിക്കാൻ എഴുന്നേറ്റ് പോയതാണ് കേട്ടോ. എന്താണ് തേർഡ് പാർട്ട് പോളിസി റിന്യൂവൽ, ഫ്രഷ് പാക്കേജ് പോളിസി റിന്യൂവൽ, ഫ്രഷ് ഇതെല്ലാം കൂടി പഠിച്ച് വരുമ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറി ഡൗട്ട് ചോദിക്കും. കാര്യം പല തരത്തിലുള്ള പോളിസികൾ എടുക്കേണ്ടി വരുമ്പോൾ പിന്നെ ഓരോന്നിനും ഓരോ മെത്തേഡാണ്. അപ്പോൾ എൻ്റെ തലയിലങ്ങ് നിൽക്കുന്നില്ല എല്ലാം കൂടിയിട്ട്. ഓരോ കോഡ് കാര്യങ്ങൾ എല്ലാം കൂടി തലയിൽ നിൽക്കുകയല്ല. അപ്പോൾ ഞാൻ തിരിച്ചും മറിച്ചും ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. ഏതായാലും മാഷ് ഇപ്പോൾ ഒരുവിധം എന്താ പറയുക, ദേഷ്യമൊക്കെ കടിച്ചമർത്തി കൺട്രോൾ ചെയ്ത് ഇതെല്ലാം എനിക്ക് ക്ഷമയോടെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അതിപ്പം എനിക്കും പണ്ട് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. സ്കൂളിലെ കുട്ടികളെ നമ്മൾ ക്ഷമയോടെ പഠിപ്പിക്കും, എത്ര തവണ വേണമെങ്കിലും പറഞ്ഞു കൊടുക്കും, ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കും. എന്നാൽ വീട്ടിൽ മക്കൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ നമ്മൾ 1 പറഞ്ഞു കൊടുക്കും, 2 പറഞ്ഞു കൊടുക്കും. അവരത് ഗ്രഹിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് വേറെ എവിടെയെങ്കിലുമാണ്, കോൺസെൻട്രേഷൻ കുറയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും അല്ലേ? അവിടെ വെച്ച് നമ്മൾ അടിച്ച് പിരിയും. ഞാനും ജോജിയും അടിച്ച് പിരിഞ്ഞാച്ചെന്ന് പറഞ്ഞ പോലെ അടിച്ച് പിരിയും. ഇവിടെ ഇന്ന് രാവിലെ അടിച്ചു പിരിയാനൊരു ശ്രമം നടന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, ദേഷ്യപ്പെടലേ ക്ഷമിച്ചിട്ട് മയത്തിൽ പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി ദേഷ്യമൊക്കെ കടിച്ചമർത്തി മയത്തിൽ പറഞ്ഞു തന്നു. അങ്ങനെ മയത്തിൽ പറഞ്ഞു തരുമ്പോഴേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. വീട്ടിലെ ഞാൻ നോട്ടൊക്കെ എഴുതി വെച്ചുകൊണ്ടിരിക്കുക. പാക്കേജ് പോളിസി, ഫസ്റ്റ് പാർട്ട് പോളിസി, തേർഡ് പാർട്ട് പോളിസി, എൻഹാൻസ്മെൻറ്റ് പോളിസി, പുതിയ കാറ്, പഴയ കാറ്, പുതിയ ബൈക്ക്, പഴയ ബൈക്ക്, പുതിയ സ്കൂട്ടി, പഴയ സ്കൂട്ടി, അയ്യോ കൊമേഴ്സ്യൽ വെഹിക്കിൾ, ഇങ്ങനെയെല്ലാം കൂടിയിട്ട് ആകെ ഞാൻ കൺഫ്യൂസ്ഡാണ്. പക്ഷെ ഞാൻ പഠിക്കും. ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ എൻ്റെ തലച്ചോറിലേക്ക് ഫീഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ എന്തായാലും ഞാൻ പരാജയം സമ്മതിച്ച് ആയുധം വെച്ച് കീഴടങ്ങാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും ഞാൻ പഠിച്ചെടുക്കും. പക്ഷേ എത്ര ദിവസമെടുക്കും, എത്ര മാസമെടുക്കും എന്നൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റിയല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു 6 മാസം സാവകാശം തരണം, ഇതെല്ലാം കൂടെ പഠിച്ചെടുത്ത് ശരിക്കും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ഒരു 6 മാസം സമയം തരണം എന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും നോക്കാം. ഏതായാലും വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ പുള്ളിക്കാരൻ്റെ കൂടെ ഇങ്ങോട്ട് പോന്നാൽ എല്ലാ സമയവും ഒരുമിച്ചിരിക്കാമല്ലോ. വീട്ടിൽ ഒരുമിച്ചിരിക്കാം, ഓഫീസിൽ ഒരുമിച്ചിരിക്കാം, ഒരുമിച്ചൊരു ചൂട് ചായ വരുത്തി കുടിക്കാം അല്ലേ? ഈ മഴക്കാലത്തെ ഒരു ചൂട് പഴംപൊരിയൊക്കെ കഴിക്കാം ഒന്നിച്ചിരുന്ന്. അപ്പം നമ്മുടെ ഒരു ഇൻറ്റിമസി ഒന്നും കൂടെ കൂടുമല്ലോ. അങ്ങനെ ചില വിട്ടുവീഴ്ചകളുമൊക്കെ അന്നേരം ആ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാഷ് വരുന്നുണ്ട്. അയ്യോ, വെള്ളം കുടിക്കാൻ പോയ മാഷ് വരുന്നുണ്ടേ. ഉണ്ടോ? മാഷ് എന്നെ പഠിപ്പിച്ച് വെള്ളം കുടിച്ചു. ഉണ്ടേ, മാഷ് എന്നെ പഠിപ്പിച്ച് വെള്ളം കുടിച്ചേച്ച് വന്നിരിക്കുക കേട്ടോ. ഞാൻ പറയുമായിരുന്നു മാഷ് എന്നെ പഠിപ്പിച്ച് വെള്ളം കുടിക്കാൻ പോയെന്ന്. പല വിധത്തിലുള്ള പോളിസിയൊക്കെ എടുക്കാൻ വേണ്ടി പഠിച്ച് വരുമ്പോൾ മാഷ് വെള്ളം കുടിച്ച കഥ ഞാൻ പറയുമായിരുന്നു. എന്നാലും ഞാൻ പരാജയപ്പെടില്ല, ഞാൻ ഒരു 6 മാസം കൊണ്ട് പഠിച്ചെടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിയല്ലേ? ആവശ്യമുണ്ടേ പഠിക്കും. എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ പഠിക്കും. അതെന്തേ ആവശ്യം എന്ന് പറഞ്ഞാലേ എന്താണെന്നറിയാവോ? ഞാനിവിടെ വന്നിരുന്നിട്ട് ഞാനിത് പഠിക്കാതെ പരാജയപ്പെട്ട ആയുധം വെച്ച് കീഴടങ്ങി പിൻവാങ്ങിയാൽ പിന്നെ നിങ്ങളെന്നെ കളിയാക്കും. കഴിവില്ല, ഇത് പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വയസ്സായി, അല്ലെങ്കിൽ ഒന്നും തലച്ചോറിൽ നിൽക്കുന്നില്ല, ഇങ്ങനെയൊക്കെ എന്നെ കൊച്ചാക്കി പറയുക. അതുകൊണ്ട് ഞാൻ വിട്ടുതരികയല്ല, ഞാൻ പഠിച്ചിരിക്കും. പക്ഷേ കുറച്ച് സമയമെടുക്കും. കാര്യം പെട്ടെന്ന് ചെറിയ പിള്ളേരൊക്കെ ഗ്രാസ്പ് ചെയ്യുന്ന പോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അത് കാര്യം ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്.
പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ മെല്ലെ പഠിക്കുമ്പോൾ എനിക്കൊരു 6 മാസം സാവകാശം തന്നാൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. ഓക്കെ ഡീൽ.